ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച് അതിൽ അമേരിക്കയുടെ കൂടി ഇടപെടലുണ്ടായി 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അന്നേ ഒരു സംശയം നിഴലിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഖത്തറിൽ ദോഹയിൽ US എയർബേസ് കേന്ദ്രീകരിച്ച് അൽ ഉദൈദ് എയർബേസിൽ ആക്രമണം നടന്നിരിക്കുന്നത്. വലിയ മിസൈൽ ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് നിലവിൽ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ആക്രമണത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കാരണം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഇരു രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധം പുലർത്തുന്നതാണ്. ഇവിടെ US സൈനിക താവളമാണ്, വ്യോമത്താവളമാണ് ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ പോലും ഖത്തർ എന്ന രാജ്യത്തിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം, ഇറാന്റെ ഈ നീക്കം, ഈ ആക്രമണത്തെ? ഇത് ഖത്തറുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധം എന്നതിനപ്പുറത്തേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളം ആക്രമിച്ചു, അത് അമേരിക്കയെ ആക്രമിച്ചു എന്ന് കാണുന്നതാണ് ശരി. ഖത്തറെ സംബന്ധിച്ചിടത്തോളം ഇറാൻ, തുർക്കിയെ, ഖത്തർ ഒരു ത്രികക്ഷി സഖ്യം കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലമെങ്കിലുമായി ദശേഷിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ ശക്തമായി അമേരിക്കൻ വിരുദ്ധമായ നിലപാടുകൾ പല സന്ദർഭങ്ങളിലും അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. ആ മേഖലയിലെ അൽ ജസീറ TV യാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ വിരുദ്ധ വാർത്തകൾ ഏറ്റവും കൃത്യമായി സംപ്രേഷണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, ആ മേഖലയിൽ ഖത്തറിന് കൂടി എതിരായിട്ടാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 10 രാജ്യങ്ങൾ ചേർന്ന് ഹൂത്തികൾക്കൊക്കെ എതിരായിട്ടുള്ള രാജ്യയുദ്ധം നടത്തിയത് എന്നും കാണണം. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, മിസൈൽ ശേഷിയിൽ ഇറാൻ വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. അവർക്ക് 16,000 കിലോമീറ്റർ മുതൽ 18,000 കിലോമീറ്റർ വരെ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ശബ്ദാതീത മിസൈലുകൾ അവർക്കുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്. ഈ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് 6 മിനിറ്റേ വേണ്ടൂ ഇറാനിൽ നിന്ന് ഇസ്രായേലിലെത്താൻ. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ 9 മിനിറ്റ് കൊണ്ടെത്തും. അതുപോലെ ഡ്രോണുകൾ അവർക്ക് പറത്താനുള്ള ശേഷിയുണ്ട്. 9 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് പറന്നിട്ടാണ് ഇറാനിൽ നിന്ന് ഡ്രോണുകൾ ഇസ്രായേലിൽ എത്തുന്നത്. അതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ് ഈ ഗൾഫിലുള്ള പേർഷ്യൻ ഗൾഫ് കടലിന്റെ ചുറ്റുവട്ടത്തുമുള്ള രാജ്യങ്ങളിൽ, ഖത്തറിൽ, സൗദി അറേബ്യയിൽ, ബഹ്റൈനിൽ, കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ആ താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ കാര്യമാണ്. ഇറാനിയൻ നേവിയും വളരെ ശക്തമായ ഒരു നേവിയാണ്. അവർക്ക് പേർഷ്യൻ ഗൾഫിലെ, ഗൾഫ് ഓഫ് ഒമാനിലെ, അതുപോലെ ചെങ്കടൽ മേഖലയിൽ, അറേബ്യൻ സീയിലെ, കാസ്പിയൻ കടൽ, ഇവിടെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നേവി ഇറാനുണ്ട്. അതിൽ അവരുടെ ഏറ്റവും ശക്തമായ നാവിക സാന്നിധ്യമുള്ളത് ഈ പേർഷ്യൻ ഗൾഫ് മേഖലയാണ്. പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുപ്പിക്കഴുത്താണല്ലോ ഹോർമ്യൂസ് കടലിടുക്ക്. 33 കിലോമീറ്ററാണ് ഏറ്റവും ചുരുങ്ങിയ നീളമുള്ളത്. ആ മേഖലയെ നിയന്ത്രിക്കാൻ അവര് തീരുമാനിച്ചു. അത് അടയ്ക്കാനുള്ള തീരുമാനമാണ് എടുത്തത്, ഇതുവരെ നടപ്പിലാക്കിയില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. അപ്പോൾ അമേരിക്ക ശത്രുരാജ്യമാണ്. അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങളെ തിരിച്ച് ആക്രമിക്കും എന്നുള്ളത് അന്ന് തന്നെ ആയത്തുള്ള ഖുമൈനി പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഖത്തർ ഇറാന്റെ ഒരു സൗഹൃദ രാജ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ അടുത്ത തന്ത്രപരമായ ബന്ധം ഖത്തറും ഇറാനും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിച്ച ഒരു ഘടകം അതായിരുന്നു. ഒരു സുന്നി രാജ്യമായിട്ടുള്ള ഖത്തർ ഷിയ സഖ്യത്തിലേക്ക് പോകുന്നു. പലസ്തീനിലും അത് തന്നെയാണ്. ഒരു സുന്നി മൂവ്മെന്റ് ആയിട്ടുള്ള ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇറാന്റെ പ്രോക്സിയായി മാറുന്നു, ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. ഇത് വിപുലമായ അടിസ്ഥാനത്തിൽ ഷിയ സുന്നി സംഘർഷത്തെ അതിലംഘിച്ച് ഈ പരമ്പരാഗത സുന്നി അറബ് മേഖലയിലേക്ക് കൂടി ഇറാനിലെ ഷിയ ഇസ്ലാമിക് റവല്യൂഷന്റെ ആശയങ്ങൾ എത്തുകയും അവർക്ക് പ്രോക്സികൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗൾഫ് മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളെ ആശങ്കപ്പെടുത്തിയ ഘടകം. അപ്പൊ ആ സാഹചര്യത്തിലാണ് അവര് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അബ്രഹാമിക് കരാർ പേരിൽ ഐക്യപ്പെടുന്നു, അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കുന്നു. ഇത്തവണ തന്നെ 3 രാജ്യ സന്ദർശനമുണ്ട്. UAE, അതുപോലെ ഖത്തർ, സൗദി അറേബ്യ. അതിൽ 1.4
ട്രില്യൺ ഇടപാടുകളാണ് സൗദി അറേബ്യയായിട്ട് മാത്രമുണ്ടായത്. മൊത്തം ആ മേഖലയിൽ $4 ട്രില്യൺ ആധാന പ്രദാനങ്ങൾ നടക്കത്തക്ക വിധമുള്ള കരാറുകളിലേക്ക് നീങ്ങുന്നതിന് തുടക്കമായി ഈ സന്ദർശനം. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ മേഖലയിൽ ഇപ്പോഴും നിർണായകമായ ശക്തിയായി അമേരിക്ക തുടരുന്നു. അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓയിൽ റിച്ച് മൊണാർക്കീസ്, അവർക്ക് അമേരിക്കയെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. ഇവിടെ ഒരേ സമയം ഇറാന്റെ ഈ റെഷീമിനെ തകർക്കാനും അതോടൊപ്പം അറബ് രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാനും അമേരിക്കയ്ക്ക് ബാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാന്റെ സൈനികമായ ശേഷിയിൽ അവരെ പ്രതിരോധിക്കാൻ പറ്റാതെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നിൽക്കുന്ന പ്രധാന മേഖല അവരുടെ മിസൈൽ സംവിധാനമാണ്. ക്രൂയിസ് മിസൈലുകൾ, അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ, ശബ്ദാതീതമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം അവർക്കുണ്ട്. PATA-1 പോലെയുള്ളത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. അപ്പം ഈ മിസൈലുകൾ ഉപയോഗിച്ച് അവർക്ക് അമേരിക്കയുടെ ഏത് സൈനിക താവളത്തെയും, പ്രത്യേകിച്ച് ഈ ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇറാഖ് ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ എത്രയോ കാലങ്ങളായി അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിയ മിലീഷ്യകളുണ്ട്. റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ അവരിപ്പോഴും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതാണ്. ഇറാഖ് അധിനിവേശം തുടങ്ങിയ സമയത്ത് മുക്താദ അൽ സദറിന്റെ നേതൃത്വത്തിലുള്ള സദറിസ്റ്റുകൾ മാഹ്ദി ആർമി എന്ന പേരിൽ അമേരിക്കക്കെതിരായിട്ട് എത്രയോ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. പിന്നീട് അവർ ധാരണയിലെത്തുകയും അങ്ങനെ മാഹ്ദി ആർമി ആക്രമണം നിർത്തുകയും ചെയ്തതാണ്. 2500ഓളം അമേരിക്കൻ പട്ടാളക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇറാഖി ആർമിയെ സഹായിക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു എന്ന ഒരു തലത്തിലാണ് അവിടെ നിൽക്കുന്നത്. ആ ലക്ഷ്യങ്ങളെ അവിടുത്തെ ഷിയ മിലീഷ്യക്ക് ആക്രമിക്കാൻ സാധിക്കും. അതുപോലെ 600 പട്ടാളക്കാർ മാത്രമാണ് ഇസ്രയേലുണ്ടായിരുന്നത്. പക്ഷേ HTS അധികാരത്തിൽ വന്നതോടുകൂടി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നില 2000ഓളം സൈനികർ സിറിയയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സിറിയയിലുള്ള അമേരിക്കൻ ലക്ഷ്യങ്ങളും ആക്രമിക്കപ്പെടും. സിറിയയിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായത് ഒക്കെ ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആ മേഖലയിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്ന സംഘങ്ങളെയും ഇസ്രായേൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കും എന്നുള്ളത് ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബാക്കിപത്രം എന്നുള്ളത് തീർച്ചയായിട്ടും അതിശക്തമായ തിരിച്ചടി കൂടുതൽ വിപുലമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഇറാന്റെ ഒരുപക്ഷെ സർവനാശത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതെ, അതാണ് ഡോക്ടർ PJ വിൻസെന്റ്, ഇത് സാഹചര്യം വഷളാക്കുകയാണല്ലോ എന്നുള്ളതാണ്.